വിവാദങ്ങൾക്കിടെ അവധി അപേക്ഷ പിൻവലിച്ച് ADGP MR അജിത് കുമാർ അവധി വേണ്ടെന്ന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്കായിരുന്നു അവധി അപേക്ഷ. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, വിവാദങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ സ്വകാര്യ ആവശ്യങ്ങൾക്കായി അവധി അപേക്ഷ നൽകി എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വിവരം. എന്തായാലും മലപ്പുറത്ത് നമുക്കറിയാം, അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ വലിയ അഴിച്ചുപണി പോലീസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ സ്ഥാനചലനം സംഭവിച്ചിരുന്നു. പക്ഷേ ADGP MR അജിത് കുമാറിന് നേരെ എന്തായാലും തൽക്കാലം നടപടിയൊന്നുമില്ല എന്നുള്ളതാണ് ഇടതുമുന്നണി യോഗത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള തീരുമാനവും സർക്കാർ അങ്ങനെ നിലപാടെടുത്തിട്ടുള്ളതും. അവധി അപേക്ഷ പിൻവലിച്ചതിനെ ഇതുമായി കൂട്ടി വായിക്കാം. രോഹിണി, സെപ്റ്റംബർ മാസം 14 മുതൽ 17 വരെ 4 ദിവസത്തേക്കായിരുന്നു പ്രത്യേകമായി അവധി ADGP MR അജിത് കുമാർ ആവശ്യപ്പെടുന്നത്. അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തന്റെ അവധി എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ അവധി അപേക്ഷ നൽകുന്ന സമയത്തൊക്കെ തന്നെ ഒരു ആവശ്യമെന്ന നിലക്ക് ADGP മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ LDF CPM ഒന്നും തന്നെ MR അജിത് കുമാറിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ MR അജിത് കുമാറിനെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കും കാര്യങ്ങൾ പോയിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും അവസാനമായി ഇപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ LDF യോഗവും അത് സാക്ഷ്യപ്പെടുത്തുക കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് താൻ അവധിയിൽ പോയാൽ അത് കൂടുതലായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ പരത്തും എന്നുള്ളൊരു ചിന്താഗതി കൂടി ഉള്ളത് കൊണ്ടാണ് താൻ ഇപ്പോൾ അവധിയിൽ പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് MR അജിത് കുമാർ എത്തിയിരിക്കുന്നത്. എന്തായാലും 14 മുതൽ 17 വരെ ആവശ്യപ്പെട്ടിരുന്ന അവധി വേണ്ടെന്ന് വെച്ചാണ് വീണ്ടും സർവീസിൽ തുടരാൻ ഈ അന്വേഷണം നടക്കുമ്പോൾ, ഈ വിവാദം നടക്കുമ്പോൾ, ഇത്രയും വലിയ പ്രതിഷേധം നടക്കുമ്പോൾ വീണ്ടും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലേക്ക് തന്നെ തിരിച്ചെത്തി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ക്രമീകരണങ്ങൾ നിയന്ത്രിക്കാൻ MR അജിത് കുമാർ തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിണി, എന്നുവെച്ചാൽ ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് ഇടതുമുന്നണിയെ സർക്കാരും എടുക്കുന്നു എന്നുള്ളൊരു പശ്ചാത്തലമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും അതൊന്നുമല്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക് തന്നെയായിരുന്നു അവധി അപേക്ഷ. പക്ഷേ കൂടുതൽ വിവാദങ്ങൾ ഉയരണ്ട ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് കൊണ്ട് തീരുമാനിച്ചുകൊണ്ട് അവധി അപേക്ഷ പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നൽകുന്ന സന്ദേശം, അല്ലേ? രോഹിണി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം അവധി അപേക്ഷ നൽകുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ ദിവസം DGP മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ സമയത്താണ് താൻ അവധിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. താൻ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്, അവധിയിൽ പോകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്. അവധി വേണം, സ്വകാര്യമായ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി 4 ദിവസത്തെ അവധി വേണമെന്ന് തൻ്റെ മേലുദ്യോഗസ്ഥരോട്, അതായത് DGPയോടും ലോ ആൻഡ് ഓർഡർ സെക്രട്ടറിയോടുമാണ്, അതായത് ആഭ്യന്തര സെക്രട്ടറിയോടുമാണ് അദ്ദേഹം ലീവ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ ലീവ് ഇപ്പോൾ വേണ്ട എന്നുള്ള തരത്തിലേക്ക് തീരുമാനങ്ങൾ പോയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട രാഷ്ട്രീയ മാറ്റങ്ങളുടെ കൂടി ആ പശ്ചാത്തലത്തിലായിരിക്കുമെന്ന് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. കാരണം LDF ആയാലും അതുപോലെ തന്നെ CPM ആയാലും, LDFനെക്കാട്ടിലും ഒരുപടി CPM തന്നെ MR അജിത് കുമാറിനും അതിനും മുകളിൽ മുഖ്യമന്ത്രി തന്നെ സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ലീവിൽ പോവുകയും മറ്റൊരു കൂടുതൽ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങൾക്ക് ഇട കൊടുക്കുന്നത് എന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ലീവ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലീവ് വേണ്ട എന്ന ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ അജിത് കുമാർ പോയിരിക്കുന്നത്. രോഹിണി.